ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 25,700 തൊട്ട് താഴെ ക്ലോസ് ചെയ്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ബീഹാറിലെ ഇലക്ഷൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് NDAക്ക് വലിയ വിജയമാണ് എന്നുള്ളതാണ്. അത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് ചെക്ക് ചെയ്യാം. വെള്ളിയാഴ്ചയിലെ ക്ലോസ് കാണാം. അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റി 200 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി 25,980 ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റും അതുപോലെ തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും താഴെ US വിക്സ് ക്രാഷ് ചെയ്തു. നാസ്ഡാക്ക് ഫ്ലാറ്റായി ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ ഡോ 1.18% ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. എല്ലാ യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ കാണാം. ഡാക്സ്, CAC 40, FTSE എല്ലാം പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഫ്ലാറ്റാണ്. ബിറ്റ് കോയിന് ഒരു $3,000 ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ കാണാം. ഗോൾഡ് എന്നാൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബലി പോസിറ്റീവാണ്. ഇന്ത്യയിൽ ബീഹാർ ഇലക്ഷൻ 60% ഒരു പോളിംഗ് ഉണ്ടായിരുന്നു. ഫലം വരുന്നത് 14-ാം തീയതി, അതായത് വെള്ളിയാഴ്ച ദിവസമാണ്. എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായ രീതിയിൽ NDAക്ക് അനുകൂലമായ രീതിയിൽ വന്നതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് റൂളിംഗ് പാർട്ടി തന്നെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നമുക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, നാളെ നമുക്ക് US ഇൻഫ്ലേഷൻ ഡേറ്റയാണ് കീ ഗ്ലോബൽ ഈവൻറ്റുകളുള്ളത്. ഇന്ന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇന്ന് ഏകദേശം ഒരു 185ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. 185ഓളം കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും നമ്മുടെ ടെലഗ്രാമിൻ്റെയും എല്ലാം തന്നെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക. ക്ലിക്ക് ചെയ്ത് മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസാൽ റെക്കമെൻഡേഷനൊന്നുമല്ല. ടോറൻറ്റ് പവർ കമ്പനി പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഒരു 0.7% മാത്രം ഒരു ഫോള്, 900 കോടി രൂപ കരസ്ഥമാക്കി. ഫോർട്ടീസ് ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 82% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ കോൺകോർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3.6% ഒരു വർധനവ് രേഖപ്പെടുത്തി, 378 കോടി രൂപ. റവന്യൂവും 3% വർധനവ് രേഖപ്പെടുത്തി. RVNL കമ്പനി എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 19% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. PE ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അവർ റവന്യൂ 15% ഒരു ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. PE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റും 19% ഇടിവുണ്ടാക്കി. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഇടിവ് രേഖപ്പെടുത്തി. PTC ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 11% ഇടിവ് രേഖപ്പെടുത്തി. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 47% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. ടോറൻറ്റ് പവർ നമ്മൾ പറഞ്ഞു 50% ഒരു നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. EIS ഹോട്ടൽ കമ്പനി ഒബ്രോയ് എന്ന് പറയുന്ന റിയാലിറ്റി ഗ്രൂപ്പിൻ്റെ പാരൻറ്റ് കമ്പനിയാണ്. അപ്പോൾ അവർ നെറ്റ് പ്രോഫിറ്റ് 12% ഇടിവുണ്ടാക്കി. മാക്സ് ഫിനാൻസ് സർവീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 96% ഒരു ഇടിവുണ്ടാക്കി. IOL കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 19 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18 കോടി രൂപയിൽ നിന്ന് 33 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 120 കോടി രൂപയിൽ നിന്ന് 179 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. PC ജ്വല്ലേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 179 കോടി രൂപയിൽ നിന്ന് 209 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഭാരത് രസായൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 40 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. BSE കമ്പനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 347 നിന്ന് 558 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ന്യൂസുകൾ. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. ഇന്ന് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞാൻ ട്രാവലിലാണ്. അപ്പോൾ എനിവേ മറ്റൊരു ടോപ്പിക്ക് യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.